ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ 8ാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് 2 പുതിയ പാറ്റേൺസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺസ് സാധാരണഗതിയിൽ നമ്മുടെ ചാർട്ടുകളിൽ കണ്ടുവരുന്ന പാറ്റേൺസാണ്. ഇത് നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണ്, ഒരു മാർക്കറ്റിൻ്റെ ഫർദർ മൂവ് എങ്ങോട്ടാണെന്ന് നമുക്ക് ഇങ്ങനൊരു പാറ്റേൺ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം അത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രൈസ് ആക്ഷൻ സീരീസ് ഇത് 1 മുതൽ കാണുക. ഈ കണ്ടവർ ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിത് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ശരിയല്ല എങ്കിൽ തന്നെ, കാരണം ഇതിൻ്റെ ഡെയിലിക്ക് ഇതിൻ്റെ വ്യൂസ് കുറഞ്ഞു വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കാരണം ഇത് കാണുന്നവർ പകുതി കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾക്കിത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഇതുകൊണ്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് പ്രൊമോട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പ്രൈസ് ആക്ഷൻ നമ്മൾ 1 മുതൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പല വീഡിയോകളും പല കാര്യങ്ങൾ ഉപകാരപ്പെടുന്ന സംഭവമാണ് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ പല രീതിയിലും ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പം അത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രം മതി. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഇതെനിക്ക് ഗുണമാകും, എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങളിതൊന്ന് പ്രൊമോട്ട് ചെയ്യുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൈസ് ആക്ഷൻ്റെ സീരീസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഇന്ന് പഠിക്കാൻ പോകുന്ന പാറ്റേൺസിൻ്റെ പേര് വെഡ്ജ് പാറ്റേൺസ്. ഓക്കെ, ഈ വെഡ്ജ് പാറ്റേൺസിൽ തന്നെ 2 പാറ്റേൺസ് ഉണ്ട്. ഒന്ന് റൈസിങ് വെഡ്ജും ഒന്ന് ഫോളിങ് വെഡ്ജും. ഓക്കെ, ഒന്ന് റൈസിങ് വെഡ്ജും ഒന്ന് ഫോളിങ് വെഡ്ജും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വർക്കാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്കൊരു റൈസിങ് വെഡ്ജ് പഠിക്കാം. ഒരു റൈസിങ് വെഡ്ജ് എന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുകളിൽ നിന്ന് താഴേന്ന് കയറി വരുന്നൊരു മാർക്കറ്റ്. ഓക്കെ, താഴേന്ന് ഇങ്ങനെ മേലോട്ട് കയറി വരുന്നൊരു മാർക്കറ്റ്. ആ മാർക്കറ്റിൽ ഒരു ഫോർമേഷൻ രൂപപ്പെടുത്തുക. ഇങ്ങനെ ഞാനിപ്പോൾ വരച്ച് കാണിക്കാം. ഇങ്ങനെ ഒരു ഫോർമേഷൻ രൂപപ്പെടും. ഓക്കെ, ഇങ്ങനെ ഒരു ഫോർമേഷൻ രൂപപ്പെടും. ഓക്കെ, ഇതിനകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴേന്ന് കയറി വരുന്നൊരു മാർക്കറ്റാണ്. ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ കയറി വരുന്നൊരു മാർക്കറ്റാണ്. ഓക്കെ, ഇവിടെ വന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇത് ഷ്രിങ്ക് ചെയ്ത് വരും. ഓക്കെ, ഈ പാറ്റേൺസ് വളരെ ഷ്രിങ്ക് ചെയ്ത് വരും. ഇതിന് ശേഷം ഇതിങ്ങോട്ട് താഴോട്ട് ബ്രേക്ക് ആകും. താഴേന്ന് മുകളിലോട്ട് കയറി വരുന്നൊരു മാർക്കറ്റ്. ആ മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു ഫോളിങ് വെഡ്ജ് ഉണ്ടാകുന്നതെന്ന് റൈസിങ് വെഡ്ജ് ഉണ്ടാകുകയും അതിൻ്റെ അനന്തരമായിട്ട് എന്താ സംഭവിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഓക്കെ, അതായത് രണ്ട് ട്രെൻഡ് ലൈനിനകത്ത്, ഓക്കെ, 2 ട്രെൻഡ് ലൈനിനകത്ത് താഴേന്ന് കയറി വരുന്നൊരു മാർക്കറ്റ് ഇതിനകത്ത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് അപ്പം ആ ഓസിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് കുറഞ്ഞു വരുക. ലോവർ ഹൈ, ഹയർ ഹൈ നിന്ന് ലോവർ ഹൈ, ലോവർ ലോ ഇങ്ങനെ ഉണ്ടായി നേരെ താഴോട്ട് വരിക. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഈ മനസ്സിലായി കറക്റ്റ് ഈ പാറ്റേണിനകത്തൂടെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ക്യാൻഡിൽസുകൾ മൂവ് ചെയ്യുന്നത്. മുകളിലോട്ടോ താഴോട്ടോ പോകത്തില്ല. ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നു, താഴെ സപ്പോർട്ട് എടുക്കുന്നു. അങ്ങനെ ഇത് ഷ്രിങ്ക് ചെയ്ത് വരും. ഓക്കെ, താഴേന്ന് കയറി വന്ന് ഇതിൻ്റെ ആ വിട്ട് എന്ത് ചെയ്യും, കുറഞ്ഞ് വന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ടാണ് കയറുന്നത്. ശരിയല്ലേ? കയറിയിട്ട് വന്നിട്ട് നേരെ താഴോട്ട് ഫോൾ ആകാനാണ് സാധ്യത കൂടുതൽ. എപ്പോഴും ഒരു റൈസിങ് വെഡ്ജിനകത്ത് താഴോട്ടായിരിക്കും മാർക്കറ്റ് വരാനുള്ള സാധ്യത കൂടുതൽ. വളരെ ചുരുക്കം സിനാരിയോയിൽ മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് നമ്മുടെ മനസ്സിലിരിക്കണം. എങ്കിൽ തന്നെ ഒരു 75% മാർക്കറ്റ് ഇങ്ങനെ റൈസിങ് വെഡ്ജ് വരുവാണെന്നുണ്ടെങ്കിൽ താഴോട്ട് തന്നെ വരാനാണ്
സാധ്യത വളരെ കൂടുതൽ. പറഞ്ഞ് മനസ്സിലായല്ലോ. താഴെ നിന്നൂടെ പറയാം. താഴെ നിന്ന് കയറി വരുന്നൊരു മാർക്കറ്റ് ഒരു ചാനലിനകത്ത്, അതായത് ഷ്രിങ്ക് ചെയ്ത് വരുന്ന ചാനലിനകത്ത്, നമ്മൾ മറ്റേ പാരലൽ ലൈൻ വരയ്ക്കാന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്. രണ്ടും ഒരേ ചാനലാണ്, രണ്ടും ഒരേ അകലം, ഒരേ ചാനൽ. അതിനകത്ത് കൂടെയാണ് ട്രെൻഡ് ലൈൻ പോകുന്നത്. അത് ഒരു ഡയറക്റ്റ് മോളോട്ടുള്ള അപ്പ് ട്രെൻഡ് ഫോർമേഷൻ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. താഴോട്ടാണെങ്കിൽ താഴോട്ടുള്ള ഫോർമേഷൻ ആയിരിക്കും. പക്ഷേ ഇതങ്ങനല്ല. ഇത് നമ്മളൊരു ചാനൽ ഫോർമേഷൻ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് മുമ്പോട്ട് പോകും തോറും ഷ്രിങ്ക് ചെയ്ത് വരും, ചുരുങ്ങി വരും. അതിൻ്റെ ആ തമ്മിലുള്ള അകലം കുറഞ്ഞ് വരും. ആ കുറഞ്ഞ് വരുന്ന അകലത്തിനകത്ത് തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസും എടുത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തതിന് ശേഷം നേരെ ക്യാൻഡിൽസ് ഇപ്പോൾ മാർക്കറ്റ് പൊട്ടി താഴോട്ട് വീഴുന്ന ഒരു സിനാരിയാണ് നമ്മൾ സാധാരണ രീതിയിൽ റൈസിങ് വെഡ്ജിനകത്ത് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ നമ്മൾ ഒറിജിനൽ ചാർട്ടാണ് നമ്മൾ കാണും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് റൈസിങ് വെഡ്ജ്. ഓക്കെ, അപ്പോൾ റൈസിങ് വെഡ്ജ് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് കയറി വന്നിട്ട് നേരെ താഴോട്ട് വരാനാണ് സാധ്യത കൂടുതൽ. ഇത് താഴേന്ന് കയറി വരുന്നൊരു മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ റൈസിങ് വെഡ്ജ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്നതിനകത്തിൽ പ്രൊഫഷണാലിറ്റി ഒന്നും കാണത്തില്ല. പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇതിനകത്ത് വേറെ ഇതിന് വലിയ പ്രൊഫഷണലിസമോ അല്ലെങ്കിൽ വേറെ മറ്റ് കാര്യങ്ങളോ തിയററ്റിക്കലായിട്ട് സ്ഥാപിക്കാൻ പാടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളത് ചാർട്ടിനകത്ത് കണ്ടിട്ട് അത് നാളെ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നെങ്കിൽ ഓക്കെ, ഫൈൻ. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ റൈസിങ് വെഡ്ജിൻ്റെ കാര്യം കഴിഞ്ഞു. ഓക്കെ, ഇത് എഴുതണം ഇവിടെ നിന്ന്, വേണമെന്ന് എഴുതി വെച്ചേക്കാം. ഇത് റൈസിങ് വെഡ്ജ്. ഓക്കെ, റൈസിങ് വെഡ്ജ്. ഓക്കെ, ഇതിന് പേരാണ് റൈസിങ് വെഡ്ജ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്തത് ഫോളിങ് വെഡ്ജിനെ പറ്റി പഠിക്കാം. ഓക്കെ, ഇപ്പോൾ റൈസിങ് വെഡ്ജ് കഴിഞ്ഞു. ഇത് എന്തുവാ? അല്ല, ഇങ്ങോട്ട് നീക്കി വെക്കാം. ഇത് താഴെ നിന്ന് കയറി വരുന്ന മാർക്കറ്റ് അല്ലേ. ഇനി നമുക്ക് മോളിൽ നിന്ന് താഴോട്ട് വരുന്നൊരു മാർക്കറ്റ്. ഓക്കെ, മോളിൽ നിന്ന് താഴോട്ട് വരുന്ന ഇതുപോലെ തന്നെ ഇങ്ങനെ താഴോട്ട് വരുന്നൊരു മാർക്കറ്റ്. ഓക്കെ, ഇതിനകത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതും ഷ്രിങ്ക് ചെയ്തായിരിക്കും വരുന്നത്. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ വരും മാർക്കറ്റ്? താഴേന്ന് മേളിൽ നിന്ന് താഴോട്ട് പൊട്ടി വീണ് വരുന്ന മാർക്കറ്റ് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി വീണ് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ പോയി ഇവിടെ സാധ്യത ഇതിങ്ങനെ ഷ്രിങ്ക് ചെയ്ത് വരും. ഇവിടെ സാധ്യത നേരെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇതിനാണ് ഫോളിങ് വെഡ്ജ് എന്ന് പറയുന്നത്. അതായത് മുകളിൽ നിന്ന് പൊട്ടി വീഴുന്നൊരു മാർക്കറ്റ്. ഓക്കെ, മുകളിൽ നിന്ന് പൊട്ടി വീഴുന്നൊരു മാർക്കറ്റ് താഴോട്ട് വന്ന് ഇത് ഷ്രിങ്ക് ചെയ്ത് ഈ ഒരു രണ്ട് ചാനലിനകത്തിൽ ഓസിലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് റെസിസ്റ്റൻസും എടുത്ത് ഇതിൻ്റെ ഈ അകലം കുറഞ്ഞ് വന്നിട്ട് അവസാനം ഇതൊരു ബ്രേക്കൗട്ട്, ഈ റെസിസ്റ്റൻസും ഭേദിച്ചിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് തരും. ഇതിന് പറയുന്ന പേരാണ് ഫോളിങ് വെഡ്ജ്. ഓക്കെ, എന്താണ് ഫോളിങ് വെഡ്ജ്? ഫോളിങ് വെഡ്ജ്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ഫോളിങ് വെഡ്ജ്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം താഴേന്ന് കയറി വരുന്നൊരു മാർക്കറ്റ് ഒരു ചാനലിനകത്തിൽ ഇങ്ങനെ ഫോർമേഷൻ നടത്തി ചാനലിൻ്റെ അകലം കുറഞ്ഞ് വന്നതിന് ശേഷം ഇവിടുന്ന് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരും. ആ റൈസിങ് വെഡ്ജിൻ്റെ ഒരു ആ പാറ്റേൺ അങ്ങനെയാണ് രൂപപ്പെടുന്നത്. ഓക്കെ, താഴേന്ന് കയറി വരുന്ന മാർക്കറ്റ് ഒരു രണ്ട് ലൈനകത്തിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് നേരെ താഴോട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരും. ഇത് ഇങ്ങനെ ഒരു ഫോർമേഷൻ വന്നു തുടങ്ങിയാൽ തന്നെ നമ്മൾ മനസ്സിലായിക്കോണം ഇതൊരു റൈസിങ് വെഡ്ജാണ്. മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. ഇനി ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് പൊട്ടി വരുന്നൊരു മാർക്കറ്റ് നമ്മളിങ്ങനെ രണ്ട് ചാനൽ ഫോർമേഷനകത്തിൽ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചോണം ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് വന്നതിന് ശേഷം ഈ സപ്പോർട്ട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചോണം ഇതൊരു ഫോളിങ് വെഡ്ജാണ്. ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ രണ്ട് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ ഇന്ന്. അപ്പം റൈസിങ് വെഡ്ജും ഫോളിങ് വെഡ്ജും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ എങ്ങനെ സംഭവിക്കുന്നതാണ്. മാർക്കറ്റ് ഈ പറയുന്ന പോലെ നിങ്ങൾ എക്സാക്റ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്കൊരു ഫോർമേഷൻ കാണാം. ഇന്നത്തെ ട്രേഡിനതിൽ
ഒരു റൈസിങ് വെഡ്ജ് ഉണ്ടായിരുന്നു. നോക്കിക്കേ, ഇന്നത്തെ മാർക്കറ്റ്, നമ്മുടെ അവസാന നിമിഷത്തെ മാർക്കറ്റായി. നോക്കിക്കേ, ഇതിനകത്തിലൊരു കണ്ടോ, ഇതിൻ്റെ റൈസിങ് വെഡ്ജ്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് നേരെ ഇങ്ങനെയും വന്നു. ഇത് കണ്ടോ, ഈ രണ്ട് ചാനൽ കുറഞ്ഞ് വന്നു. ഇതിനകത്തിൽ എന്ത് ചെയ്തു, ഇതിനകത്തിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് അവസാനം എന്ത് ചെയ്തു, മാർക്കറ്റ് ഒറ്റ പൊട്ടൽ പൊട്ടി. കണ്ടോ, ഇതിനാണ് എന്ന് പറയുന്നത് റൈസിങ് വെഡ്ജ്. എന്താണ് റൈസിങ് വെഡ്ജ്? മുകളോട്ട് കയറുക അല്ലേ, ഇവിടുന്ന് മുകളോട്ട് ഇവിടുന്ന് ഇങ്ങനെ കണ്ടില്ലേ, മുകളോട്ട് കയറി വന്നിട്ട് അവസാനം എന്ത് ചെയ്തു, ഒറ്റ പൊട്ടൽ പൊട്ടി. ഓക്കെ, ഇത് റൈസിങ് വെഡ്ജ്, ഫോളിങ് വെഡ്ജ്. ഓക്കെ, നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. ഇവിടെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഇതൊരു ഫോളിങ് വെഡ്ജാണ്. ഓക്കെ, ഇത് കണ്ടോ, രണ്ട് ചാനലിനകത്ത് കൂടെ രണ്ട് ചാനൽ, ഇവിടുന്ന് ഒരു ചാനൽ തുടങ്ങി കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്ത് ഇവിടെ വരുന്നു. ഇവിടുന്ന് ഇങ്ങനെ ഒരു ചാനൽ ഇതാ ഇങ്ങനെയും വരുന്നു. കണ്ടോ, രണ്ട് ചാനലിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് സപ്പോർട്ട് റെസൊണൻസ് എടുത്തിട്ട് അവസാന നിമിഷം ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. കണ്ടോ, ഇതാണ് ഒരു ഫോളിങ് വെഡ്ജ്. ഓക്കെ, ഇത് കണ്ടോ, ഈ നമ്മളിവിടെ വരച്ചിട്ടുണ്ട് ഫോളിങ് വെഡ്ജ്. എന്ത് ചെയ്യും ഇവിടെ, ഇതാ കണ്ടോ, ഫോളിങ് വെഡ്ജ്. താഴോട്ട് പതുക്കെ വന്ന ശേഷം അവിടുന്ന് മേലോട്ട് ബ്രേക്ക് ചെയ്തു. അതാണ് ഇതിന് പറയുന്ന പേരാണ് ഫോളിങ് വെഡ്ജ്. ഇങ്ങനെയുള്ള ഫോർമേഷൻ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത, ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള നമ്മൾ ഇവിടെ കൊണ്ട് മനസ്സിലാക്കിക്കോണം. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെയും കാണാം. നോക്കിക്കേ, ഇതും കണ്ടോ, ഒരു ഫോളിങ് വെഡ്ജാണ്. ഓക്കെ, ഈ ഫോളിങ് വെഡ്ജിനകത്ത് നോക്കിക്കേ, രണ്ട് ചാനലിനകത്ത് ഇതുപോലെ തന്നെ വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് നേരെ ബ്രേക്ക് ചെയ്തു. ശരിയല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതുപോലെ തന്നെ ഒരു ചാനൽ ഫോർമേഷൻ ആയിട്ട് പിറ്റേ ദിവസമാണ് ഇത് ഒരു ഗ്യാപ്പ് അപ്പാണ്. പക്ഷേ ഇത് നമ്മൾ കണക്ക് കൂട്ടണ്ട, ഒരു സെയിം ഇതിനകത്ത് നോക്കിയാൽ മാത്രം, ഒരു സെയിം ഡേക്കകത്ത് നോക്കിയാൽ മതി. കാരണം നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതിന് ശേഷം നമുക്ക് എവിടെ ആണുള്ളത്, ഇതൊരു റൈസിങ് വെഡ്ജാണ് അല്ലേ, ഇതൊരു റൈസിങ് വെഡ്ജാണ്. താഴേന്ന് കയറി വരുന്നൊരു മാർക്കറ്റ് നോക്കിക്കേ, രണ്ട് ചാനലിനകത്തിൽ ഫോർമേഷൻ നടത്തിയതിന് ശേഷം ഈ മാർക്കറ്റ് നേരെ ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക്. ഇതാ നോക്ക്, കണ്ടോ, രണ്ട് ചാനലിനകത്തിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒന്നുകിൽ വേണ്ട ഇവിടെ പൊട്ടി, ഇവിടുന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ പിന്നെയും പിറ്റേ ദിവസം ഇതിനകത്ത് കയറിയിട്ട് നേരെ തിരിച്ചിനകത്ത് വന്നിട്ട് പിന്നെയും ഇതുപോലെ തന്നെ നേരെ തിരിച്ച് താഴോട്ട് വന്നു. ഈ സിനാരി വേണമെങ്കിൽ എത്ര എടുത്താൽ മതി നമുക്ക്. ഇത് നമുക്കൊരു ട്രേഡ് കിട്ടിയാൽ മതി, ഇൻട്രാഡേ അല്ലേ, നമുക്കൊരു ട്രേഡ് കിട്ടിയാൽ മതി. ഇതാ നോക്കുക, കണ്ടോ, ഇതിനകത്ത് റൈസിങ് വെഡ്ജ് മേലോട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കയറി വന്ന് അവസാനം മാർക്കറ്റ് പൊട്ടി നേരെ താഴോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് റൈസിങ് വെഡ്ജും പിന്നെ ഫോളിങ് വെഡ്ജും. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ വളരെ ചുരുക്കത്തിലാണ് പറയുന്നത്, കാരണം സമയം കൂടി പോകുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര പരാതിയാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നിർത്താനുള്ള വഴിയാണ് ഞാനീ നോക്കുന്നത്. ഇത് നോക്കിക്കേ, ഇതാണ്ട് ഫോളിങ് വെഡ്ജാണ്. കണ്ടോ, ഇതൊരു ഫോളിങ് വെഡ്ജാണ്. ഇതാ ഓക്കെ, രണ്ട് ചാനലിനകത്തിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഭയങ്കരമായിട്ടൊരു ബ്രേക്ക് ഔട്ട് നടത്തി. കണ്ടോ, ഇതാണ് ഫോളിങ് വെഡ്ജ്. ഓക്കെ,
ഫോളിംഗ് വെഡ്ജിനകത്ത് നമ്മൾ എപ്പോഴും ആലോചിച്ച് വേണം, ഫോളിംഗ് വെഡ്ജിനകത്ത് മാർക്കറ്റ് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയാണ് കൂടുതൽ. റൈസിങ് വെഡ്ജിനകത്ത് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആണ് സാധ്യത കൂടുതൽ. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും നടക്കുന്നത്, അത് മനസ്സിലാക്കിക്കോണം. നമ്മളെപ്പോഴും രണ്ടും ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും നടക്കുന്നത്. റൈസിംഗ് എന്ന് പറയുമ്പോൾ എന്താ, മുകളിലോട്ട് കയറുക എന്നുള്ള റൈസിംഗ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആക്ഷൻ എന്തായിരിക്കും, നേരെ താഴോട്ടായിരിക്കും. റൈസിംഗ് വെഡ്ജ് മുകളിലോട്ട് പോകുന്ന വെഡ്ജിനകത്ത് ഫോള് താഴോട്ട് വരും, താഴോട്ടായിരിക്കും ഫോള് വരുന്നത്. അതേസമയം ഫോളിംഗ് വെഡ്ജിനകത്തിലോ താഴോട്ട് വരുന്ന മാർക്കറ്റിനകത്തിൽ എപ്പോഴും ഒരു ബ്രേക്ക് ഔട്ട് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ രണ്ട് കാര്യം നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് ചാർട്ടിനകത്തിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാലും നിങ്ങളിതെല്ലാം ചാർട്ടിനകത്ത് പരിചയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ പരീക്ഷിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാതിരിക്കുമ്പം ചാർട്ടിനകത്ത് കണ്ടിട്ട് ഇത് നിങ്ങളൊന്ന് പരിചയിക്കാനും പരീക്ഷിക്കാനും ഒക്കെ നോക്കുക. അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. കണ്ടെങ്കിൽ മാത്രമേ, നിങ്ങൾക്ക് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഓപ്ഷൻ സീരീസ് നമ്പർ 7. കാണാത്തവരതൊന്ന് കണ്ടു നോക്കുക. ഇന്നൊക്കെ നമുക്ക് ആ OA വെച്ച് നമുക്ക് ഒത്തിരി ഉപകാരപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പം എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ ഗുണം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ പ്രൊമോട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് എല്ലാവരും പിറ്റേ ദിവസം അടുത്ത ദിവസത്തെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് അടിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇതും പ്രൊമോട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.